നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. മാധ്യമപ്രവർത്തകൻ അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അപമാനിച്ചുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. അരുൺകുമാറിന്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. കടലാശ്ശേരി മാനവ സാംസ്കാരിക വേദി പബ്ലിക് ട്രസ്റ്റ് വേനൽക്കൂട് എന്ന പേരിൽ കുട്ടികൾക്കായി വേനൽ അവധി ക്യാമ്പ് സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം ദേവനന്ദ രതീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. കുപ്രസിദ്ധ ഗുണ്ടയായ മിലിറ്ററി നിഖിലിനെ കാപ്പ ചുമത്തി നാടുകടത്തി. സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ റീൽസുകളിലൂടെ വൈറലായ ചേണത്തെ ചായക്കടയിൽ ഭക്ഷണം കഴിക്കാനെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വാർത്തകൾ വിശദമായി. മാധ്യമപ്രവർത്തകൻ അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അപമാനിച്ചുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. അരുൺകുമാറിന്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CK വിനോദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് തേറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M. സുജിത് കുമാർ, അഭിഷേക് ആറ്റുപുറത്ത്, ഫൈസൽ, ജോസ് ചാക്കേരി, സുഹൈൽ, സലീം, നൌഷാദ്, മിഥുൻ, KR മണികണ്ഠൻ, ഹരീഷ്, MA നൌഷാദ് എന്നിവർ സംസാരിച്ചു. കടലാശ്ശേരി മാനവ സാംസ്കാരിക വേദി പബ്ലിക് ട്രസ്റ്റ് വേനൽക്കൂട് എന്ന പേരിൽ കുട്ടികൾക്കായി വേനൽ അവധി ക്യാമ്പ് സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം ദേവനന്ദ രതീഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ കാരണം രണ്ട് മഹത് വ്യക്തികളാണ്, നല്ലൊരു വലിയ മനസ്സിനുടമകളാണ്. ഒന്ന് MG വിജയങ്ങളും ലിജീഷ് അങ്കിളുമാണ്. 2021 ഒരു സിനിമയുടെ ഓഡിഷൻ നടക്കുന്നു. ആ ഓഡിഷനിൽ ഞാനും പങ്കെടുക്കുന്നു. അന്ന് പങ്കെടുക്കാൻ ചെന്നപ്പോൾ ഏതാണ്ട് 400ഓളം കുട്ടികൾ ആ ഓഡിഷനിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. വലിയ പ്രതീക്ഷകളൊന്നും തന്നെ വെക്കാതെയാണ് ഞാൻ തിരിച്ചിടുക്കിക്ക് മടങ്ങിയത്. സാധാരണക്കാരെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ലിജീഷെങ്കിലും വിജയങ്ങളും. അതുകൊണ്ട് തന്നെ ആകാശത്തിനായ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ഇന്ന് ഈ നോട്ടീസിൽ പ്രശസ്ത സിനിമാ താരമെന്ന് കണ്ടു. അങ്ങനെ ആ പേര് വരാൻ കാരണം ഈ നാടും ഈ രണ്ട് വ്യക്തിത്വങ്ങളുമാണ്. അവരെന്നും എൻ്റെ ഗുരുതുല്യരായിരിക്കും. ഇന്നത്തെ തലമുറയ്ക്ക് ഗുരുതുല്യരെന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിപ്പിച്ചതാണോ അല്ലെ കളരിയിലൊക്കെ പഠിപ്പിച്ചതാണോ എന്ന് വിചാരിക്കും. നമ്മൾ ഏതൊരു കലാപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു ഗുരു സാന്നിധ്യം ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഡാൻസ് ക്ലാസ്സിൽ പോയാൽ നമ്മളെ ഡാൻസ് പരിശീലിപ്പിക്കുന്നതിന് അവിടെ ഒരു ഗുരു ഉണ്ട്. വയലിനായാലും ചെണ്ടമേളമായാലും സംഗീതമായ എന്തിനാണേലും ഒരു ഗുരു ഉണ്ടാവും. നമ്മുടെ ഗുരുക്കന്മാരുടെ ബ്ലെസ്സിങ് അതാവണം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് എനിക്കെല്ലാം തന്നെ ചെയ്യാൻ അറിയാം, എനിക്ക് ഗുരുക്കന്മാരുടെ ആവശ്യമില്ലെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 20 ആരംഭിച്ച ക്യാമ്പ് 27 സമാപിക്കും. മാനവം മാനേജിംഗ് ട്രസ്റ്റി PS ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ ജോൺസൺ ചിറമൽ മുഖ്യാതിഥിയായിരുന്നു. UN മിത്രവിന്ദ, ഗിരിജ ദാമോദരൻ, വിശ്വജിത് സൂരജ്, വിജയൻ ചോമ്പാല, ക്യാമ്പ് ഡയറക്ടർ രാജൻ നെല്ലായി എന്നിവർ സംസാരിച്ചു. ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. കുപ്രസിദ്ധ ഗുണ്ടയായ മിലിറ്ററി നിഖിലിനെ കാപ്പ ചുമത്തി നാടുകടത്തി. 2025 മാത്രം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 33 പേരെ കാപ്പ നിയമപ്രകാരം ജയിലിലടച്ചു. ആകെ 77 ഗുണ്ടകളെ കാപ്പ ചുമത്തി. 44 പേർക്കെതിരെ കാപ്പ പ്രകാരം നാടുകടത്തിയും മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചു.
കുപ്രസിദ്ധ ഗുണ്ട പാലക്കൽ പാലിശ്ശേരി വില്ലേജിൽ പേരാമംഗലത്ത് വീട്ടിൽ മിലിറ്ററി നിഖിൽ എന്ന് വിളിക്കുന്ന 30 വയസ്സുള്ള നിഖിലിനെയാണ് കാപ്പ ചുമത്തി 1 വർഷത്തേക്ക് നാട് കടത്തിയത്. നിഖിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ ഒരു കഞ്ചാവ് കേസും ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമം, തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് MDMA പിടിച്ചതടക്കം 6ഓളം ക്രിമിനൽ കേസുകളിലെയും പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ്, ASI ജ്യോതിഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ സോഹൻലാൽ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPSന്റെ മേൽനോട്ടത്തിൽ ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് കാപ്പ ചുമത്തി വരുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ റീൽസുകളിലൂടെ വൈറലായ ചേനത്തെ ചായക്കടയിൽ ഭക്ഷണം കഴിക്കാനെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ചായക്കടയിലെ സ്പെഷ്യൽ വിഭവങ്ങൾ കഴിച്ച് നാട്ടുകാർക്ക് കൈനീട്ടവും ഒരു കുടുംബത്തിന് മരണാനന്തര സഹായവും നൽകിയാണ് മടങ്ങിയത്. ചേനം ചെമ്പിപ്പറമ്പിൽ ശിവരാമൻ, പത്മിനി ദമ്പതിമാരുടെ ചായക്കടയിൽ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് സുരേഷ് ഗോപി എത്തിയത്. അവിടുത്തെ സ്പെഷ്യൽ വിഭവമായ അരിയുണ്ട, പപ്പടവട എന്നിവയ്ക്കു പുറമെ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ കൊള്ളിയും ചമ്മന്തിയും ഉപ്പിലിട്ട മാങ്ങയും നൽകി. ഈയിടെ മുങ്ങിമരിച്ച യുവാവിന്റെ കുടുംബത്തിന് BJP പ്രവർത്തകർ സമാഹരിച്ച ധനസഹായം മന്ത്രി കുടുംബത്തിന് കൈമാറി. ചാഴൂർ ജുമാ മസ്ജിദിൽ നാരിയത്ത് സ്വലാത്തിന്റെ 25ാം വാർഷികം ആഘോഷിച്ചു. വെള്ളി, ശനി ദിവസങ്ങളിലായി സംഘടിപ്പിച്ച വാർഷികം ഖത്തീബ് മുഹമ്മദ് മൗലാന സഅദി വല്ലപ്പുഴ ഉദ്ഘാടനം ചെയ്തു. പലരും ധരിച്ചിരിക്കുന്നത് തന്നെ പടച്ച റബ്ബ് എന്നെ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് കച്ചവടം നടത്താനാ, ബിസിനസ് ചെയ്യാനാ, ആട് മേക്കാനാ, ഡ്രൈവറായിട്ടാ, തെങ്ങ് കയറാനാ. ഇങ്ങനെ ഓരോ പല ആളുകളുടെയും മനസ്സിൽ അതാണ്. എന്റെ ജോലി, എന്റെ കുടുംബം, ഈ ഒരു നൈമിഷികമായ ചിന്തയിലേക്ക് പല ആളുകളും അതിൽ വഞ്ചിതരായിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ച് ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചതിന്റെ ലക്ഷ്യം എന്താണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മഹല്ല് പ്രസിഡന്റ് KB നൂറുദ്ദീൻ, KK സുലൈമാൻ, അൻവരി കരൂപ്പടന്ന, ഷാക്കിർ ഫൈസി, ബാപ്പു വലപ്പാട്, TM ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. മൻസൂർ ഫാലിലി, മുഹമ്മദ് മുസ്തഫ, ഷാനിദ് സ്വാബിരി, കാമിൽ അസ്ഹരി, മഖ്ദൂം സാദി, എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ദുആക്ക് സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ, ഫൈസി അൽ ബുഖാരി മുളവൂർ, മൂവാറ്റുപുഴ നേതൃത്വം നൽകി. സാധാരണ നടക്കുന്ന നാരിയത്ത് സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ചൊല്ലി ഓർമ്മപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സംസാരിച്ച് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ തിരുനോട്ടവും അവന്റെ അനുഗ്രഹ വർഷവും അവന്റെ പ്രത്യേക സഹായങ്ങളും പ്രത്യേകമായി ഇജാബത്തുകൾക്ക് നൽകി നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹു പരിഗണിക്കുമാറാകട്ടെ. നമ്മൾ ഇങ്ങനെ ഇന്നിവിടെ കൂടാൻ കാരണക്കാരായ നാടിന്റെ പൂർവകാല ശില്പികളായ ഈ നാട്ടിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അവരുടെ സഹോദരങ്ങളുടെ പലരുടെയും കാരണവന്മാരടക്കമുള്ളവർ. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ ഈസ്റ്റർ ആഘോഷിച്ചു. ശനിയാഴ്ച രാത്രി 11:30 നടന്ന ഈസ്റ്റർ ശുശ്രൂഷ തിരുകർമ്മങ്ങൾക്ക് ഫൊറോന വികാരി റെവറൽ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികത്വവും അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സഹകാർമ്മികത്വവും വഹിച്ചു. യേശുവിന്റെ തിരുരൂപം വഹിച്ചുള്ള പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മദ്യവിരുദ്ധ സമിതിയിലെ അംഗങ്ങൾ ദേവാലയത്തിന് സമീപം പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ കല്ലറയിൽ നിന്ന് ഉയർത്ത് ആകാശത്തേക്ക് ഉയരുന്ന യേശുനാഥന്റെ ദൃശ്യാവിഷ്കാരം ഉയിർപ്പ് തിരുകർമ്മങ്ങളുടെ മുഖ്യ ആകർഷണമായി. ട്രസ്റ്റിമാരായ ടിൻഡോ ജോസ്, ഡിനോ ദേവസി, ആന്റോ മേക്കാട്ടുകുളം, അനിൽ ആന്റണി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
പുത്തംപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈസ്റ്റർ ആഘോഷിച്ചു. കാരുണ്യ വയോജന സദനത്തിലെ അമ്മമാർക്കൊപ്പം വട്ടയപ്പം മുറിച്ചും ഭക്ഷണം പങ്കുവച്ചുമായിരുന്നു ആഘോഷം. കാരുണ്യയിൽ നടന്ന ചടങ്ങിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് ബംഗാൾ കൃഷ്ണ രൂപത ബിഷപ്പ് സെക്രട്ടറിയും പുത്തൻപീടിക ഇടവകാംഗവുമായ ഫാദർ കെ എ റാഫേൽ ഉദ്ഘാടനം ചെയ്തു. ജെസി വർഗീസ്, ലൂയിസ് താണിക്കൽ, കെ എ വർഗീസ്, ഷാലി ഫ്രാൻസിസ്, വിൻസെന്റ് കുണ്ടുകുളങ്ങര എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവിൽ മാതാപിതാക്കൾക്കൊപ്പം ബന്ധുവീട്ടിൽ വിരുന്നിനെത്തിയ 2.5 വയസ്സുകാരൻ കടലിൽ വീണ് മരിച്ചു. മുറ്റിച്ചൂർ സ്വദേശി കുരിക്കപ്പീടിക വീട്ടിൽ നാസർ ഷാഹിറ ദമ്പതികളുടെ മകൻ അഷ്ഫാഖാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് 5:30 സംഭവം. കമ്പനിക്കടവിലുള്ള ബന്ധുവീട്ടിലെത്തിയതായിരുന്നു കുടുംബം. 4 വയസ്സുകാരനായ മൂത്ത സഹോദരനോടൊപ്പം അയൽവീട്ടിലേക്ക് പോയതായിരുന്നു അഷ്ഫാഖ്. ഇതിനിടയിൽ വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് കുട്ടി വീടിന് സമീപമുള്ള വഴിയിലൂടെ കടലിലേക്ക് ഇറങ്ങുകയായിരുന്നുവെന്ന് കരുതുന്നു. കുട്ടിയെ കരയ്ക്കടിഞ്ഞ നിലയിൽ കണ്ടെത്തിയ നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികൾ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ആദ്യം ചന്ദ്രാപിന്നിയിലെ അൽ ഇക്ബാൽ ആശുപത്രിയിലും തുടർന്ന് കൊടുങ്ങല്ലൂരിലെ AR ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഏപ്രിൽ 11 മുതൽ 18 വരെ ജനകീയ സൗഹൃദവേദി സംഘടിപ്പിച്ച കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിന് സമാപനമായി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ N. രവി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശോഭ സുബിൻ അധ്യക്ഷനായി. ഡോക്ടർ ഗോപാലകൃഷ്ണപിള്ള, ജസ്റ്റിൻ ജേക്കബ്, വിഷ്ണു ഭാരതീയ സ്വാമികൾ, പൂനം റഹീം എന്നിവർ മുഖ്യാതിഥികളായി. യദു കൃഷ്ണൻ കാഞ്ഞിരപ്പറമ്പിൽ, മുഹമ്മദ് സമീർ, PO വിൻസെന്റ്, അബ്ദുൽ സഗീർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഷൈൻ നെടിയിരിപ്പിൽ ബിജു, മധു കുന്നത്ത്, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, സൗമ്യൻ നെടിയിരിപ്പിൽ, PD ലോഹിതാക്ഷൻ, സുജിന്ദു പുല്ലാട്ട്, അജ്മൽ ഷെരീഫ്, സുമേഷ് പാനാട്ടിൽ, സുധീന്ദ്രൻ ഏറാട്ട്, ചിത്രൻ കോവിൽ തെക്കേവളപ്പിൽ എന്നിവർ സംസാരിച്ചു. ചെമ്മീൻ ബാൻഡ് അവതരിപ്പിച്ച മ്യൂസിക് ഷോയും അരങ്ങേറി. തൃശൂർ കോടശ്ശേരിയിൽ വളർത്തുനായ വീട്ടിലെത്തിയതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ അയൽവാസിയെ വെട്ടി കൊലപ്പെടുത്തി. കോടശ്ശേരി മാരാങ്കോട് സ്വദേശി 42 വയസ്സുള്ള ഷിജു ആണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയായ 69-കാരൻ അന്തോണിയാണ് കൊലപ്പെടുത്തിയത്. ഷിജുവിന്റെ വീട്ടിലെ വളർത്തുനായ അന്തോണിയുടെ വീട്ടിലെത്തിയതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. സമീപത്തുള്ള അയൽവാസിയുടെ പറമ്പിലാണ് കൊലപാതകം നടക്കുന്നത്. സംഭവത്തിൽ അന്തോണിയെ വെള്ളിക്കുളങ്ങര പോലീസ് പിടികൂടി. കേച്ചേരിയിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ പിടിയിൽ. കേച്ചേരി പട്ടിക്കര സ്വദേശി 48 വയസ്സുള്ള അദ്നാൻ, കേച്ചേരി മണലി സ്വദേശി 62 വയസ്സുള്ള ഭാസി എന്നിവരെയാണ് കുന്നുകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ ജാബിറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരുടെയും കേച്ചേരിയിലെ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. അദ്നാനിൽ നിന്ന് 124 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസും ഭാസിയിൽ നിന്ന് 15 പാക്കറ്റ് ഹാൻസുമാണ് പിടികൂടിയത്. സംഭവത്തിൽ ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മേഖലയിൽ വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. മാധ്യമപ്രവർത്തകൻ അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അപമാനിച്ചുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. അരുൺകുമാറിന്റെ കോലം കത്തിച്ചായിരുന്നു പ്രതിഷേധം. കടലാശ്ശേരി മാനവ സാംസ്കാരിക വേദി പബ്ലിക് ട്രസ്റ്റ് വേനൽക്കൂട് എന്ന പേരിൽ കുട്ടികൾക്കായി വേനൽ അവധി ക്യാമ്പ് സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം ദേവനന്ദ രതീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ഓപ്പറേഷൻ കാപ്പ വേട്ട തുടരുന്നു. കുപ്രസിദ്ധ ഗുണ്ടയായ മിലിറ്ററി നിഖിലിനെ കാപ്പ ചുമത്തി നാടുകടത്തി.
സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ റീൽസുകളിലൂടെ വൈറലായ ചേണത്തെ ചായക്കടയിൽ ഭക്ഷണം കഴിക്കാനെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.